Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബീസ് ടേസ്റ്റ് ഹെഡ്. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണി കൊണ്ടാണ്. ഇതിനു മുമ്പ് ചിക്കനിൽ തന്നെ പർദ്ദ ബിരിയാണി ചെയ്തിട്ടുണ്ട്, ബീഫ് ബിരിയാണി ചെയ്തിട്ടുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക, ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. നമുക്കിന്ന് ബിരിയാണി ഉണ്ടാക്കാൻ കയറിയാലോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം 1 കിലോയും 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1.5 കിലോ ചിക്കൻ വരെ എടുക്കാം. കാര്യം നമ്മൾ 1 കിലോ റൈസിലാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇതിന് മുൻപ് പർദ്ദ ബിരിയാണി ചെയ്തിട്ടുണ്ട്, അത് ചിക്കനിൽ തന്നെ. അല്ലാണ്ട് ഞാൻ ബീഫ് ബിരിയാണിയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പർദ്ദ ബിരിയാണി ഒന്ന് ചിക്കനിൽ ചെയ്തത് അതൊരു വേറെ സ്റ്റൈലിലായിരുന്നു. ഇത് കുറേയും കൂടെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്, കുറേയും കൂടെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡ്. നമുക്കിനി ഈ ചിക്കനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിപ്പോൾ ഏകദേശം 2 ടീസ്പൂൺ ഉപ്പ് ഇടുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ഒരു 2 ടീസ്പൂണായിട്ട് ബിരിയാണി മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് പെരക്കി മാറ്റി വയ്ക്കാൻ പോവാണ്. ഇനി നമ്മൾ 1 കിലോ റൈസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നല്ല ബസ്മതി റൈസാണ്. ഇത് ഏകദേശം ഒരു 1/2 hour 30 മിനിറ്റ് ഇത് നല്ലതുപോലെ സോക്ക് ചെയ്ത് വെക്കാൻ പോവാണ്. കറക്റ്റ് അരമണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഊറ്റി മാറ്റി വെക്കുകയും വേണം. ഇനി ആദ്യം തന്നെ നമ്മൾ ഇത് ചെറിയൊരു ചീനച്ചട്ടിക്കകത്ത് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിനകത്തിൽ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള കാഷ്യൂനട്ടും കിസ്മിസും അതേപോലെ തന്നെ കുറച്ച് സവാളയും കൂടെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഇടാൻ പോകുന്നതെന്ന് ഇപ്പോൾ കാണിക്കാം. 1 ഇഞ്ച് വലുപ്പമുള്ള കറുവപ്പട്ട ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചത്, 1/2 ടീസ്പൂൺ സാജീരകം, 1 ടീസ്പൂൺ പൊടിച്ച കുരുമുളക്, 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു 2 ബേ ലീഫ്, ഒരു 3 ഏലക്ക ചെറുതായിട്ട് ചതച്ചത്, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ജാതിയുടെ പത്രി എടുത്തിട്ടുണ്ട്, ഒരു 4-5 കഷ്ണം ഗ്രാമ്പു. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ ബിരിയാണി പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഡാൽഡ ഞാൻ ചേർക്കുകയാണ്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഈ കറുവപ്പട്ട, ഏലക്ക, ഈ ബേ ലീഫ്, ജീരകങ്ങൾ എല്ലാം ഇടുവാണ്. അത് ഏകദേശം ഒരു 30 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ചതച്ച വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ചതച്ച ഇഞ്ചി, ഒരു 2 ടേബിൾ സ്പൂൺ പച്ചമുളക് ചതച്ചത്. ഇത് 3 കൂടെ നന്നായി അതിൻ്റെ പച്ചപ്പ് പോകുന്നവരെ 1-2 മിനിറ്റ് നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം അതിനകത്തേക്ക് ഏകദേശം 1 കിലോനടുത്ത് സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റാൻ പോവുകയാണ്. ഈ സവാളയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുകയാണ്. ഏകദേശം ഞാനിവിടെ 2 ടീസ്പൂണോളം ഉപ്പ് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചപ്പ് പോകുന്നവരെ നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാൻ അതിന് വേണ്ടിയിട്ട് നന്നായി ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് കൊടുക്കുകയാണ്. ഇപ്പോൾ അത് ഏകദേശം നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് ഇതാ ഒരു തക്കാളിയും കൂടെ ചെറുതാക്കി മുറിച്ചത് ഇടുന്നുണ്ട്. ഈ തക്കാളിയും കൂടെ ഒന്ന് വഴണ്ട് വരട്ടെ, അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി അത് അടച്ചു വെക്കുകയാണ്. അപ്പോൾ അത് 2-3 മിനിറ്റ് ഞാൻ അടച്ചു വെച്ചു. തക്കാളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കാൻ പോവുകയാണ്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഇത് ഇളക്കുവാണ്. അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് നമ്മളിതിൻ്റെ പച്ചപ്പെല്ലാം മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റാൻ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 3-4 മിനിറ്റ് നന്നായിട്ട് ഇളക്കി ഈ ഇട്ട മസാലയുടെ പച്ചപ്പെല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾ അതിനകത്തേക്ക് നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കാൻ പോവുകയാണ്. അതിനകത്തേക്ക് ഞാനൊരു 1/2 പീസ് ഓഫ് ലെമൺ നന്നായിട്ട് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. കൂട്ടത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈരും കൂടെ ഒഴിക്കുന്നുണ്ട്. ഞാൻ അതിനകത്തേക്ക് ഏകദേശം ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിക്കുന്നുണ്ട്. നന്നായി യോജിപ്പിച്ചിട്ട് നമ്മളത് ചെറിയ തീയിലൊരു 10 മിനിറ്റെങ്കിലും അടച്ചു വെച്ചിട്ട് വേവിക്കണം. ഇനി ചിക്കൻ അവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത സ്റ്റൗവിൽ നമ്മൾ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അതിന് വേണ്ട കല അടുപ്പത്ത് വെച്ചിട്ടുണ്ട്.
അതിനകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. ഞാൻ ചൂടായ നെയ്യിലേക്ക് ഒരു കഷ്ണം കറുവപ്പട്ട, ഒരു 2-3 ഏലക്ക, ബേ ലീഫ് ഒരെണ്ണം, ഒരു 2-3 ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഇളക്കുകയാണ്. അതിന് ശേഷം ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് അത് തിളപ്പിക്കാൻ പോവുകയാണ്. 1 കിലോ അരിയെന്ന് ഞാൻ പറഞ്ഞു, ഏകദേശം അത് മെഷർമെൻറ്റ് കപ്പിൽ ഒരു 5 കപ്പിനടുത്തുണ്ട്. അതുകൊണ്ട് 5 കപ്പിന് വേണ്ടി ഞാനിവിടെ 6 കപ്പ് വെള്ളം മാത്രമാണ് ഒഴിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അരി ഏകദേശം അരമണിക്കൂർ നന്നായിട്ട് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ വെള്ളത്തിലേക്ക് നമ്മൾ റൈസിന് ആവശ്യമുള്ള ഉപ്പിടണം. ഞാനിവിടെ ഏകദേശം 2 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ചോറുകൾ തമ്മിൽ ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു 1/2 കഷ്ണം ചെറുനാരങ്ങ നീരും കൂടെ ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. ഞാൻ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ പുതിർത്തി വെച്ച് ഊറ്റിയെടുത്തതായിട്ടുള്ള അരി ചേർക്കുവാണ്. അതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കുവാണ്. ആദ്യം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ തീ വീണ്ടും അത് ലോ ഫ്ലെയിമിലേക്കാക്കി വെക്കണം. അങ്ങനെ ഈ അരിയിൽ ആ വെള്ളം പറ്റി വരുന്നതാണ് അതിൻ്റെ കണക്ക്. അങ്ങനെ വെള്ളം പറ്റി വരുമ്പോഴത്തേക്കും നമ്മളത് ഓഫാക്കണം. ഇനി നമ്മൾ ചിക്കൻ എന്തായി നോക്കാം. നല്ലതുപോലെ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി ഇപ്പോൾ ഇത്രയും നേരം അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിച്ചതാണ്. ചെറിയ തീയിൽ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റൈസ് എടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി റൈസിലേക്ക് ഞാൻ കുറച്ച് കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി എടുത്തിട്ട് ഒന്ന് കലക്കിയിട്ട് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ റൈസ് കണ്ടില്ലേ, എന്നെ ഇളക്കുമ്പോൾ നമ്മൾ വെച്ചിരിക്കുന്ന വെള്ളം പറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ കണക്ക്. ഇനി നമ്മളിത് നേരെ നമ്മൾ ചിക്കൻ വേവിച്ചിരിക്കുന്ന ആ ബിരിയാണി പോട്ടിലേക്ക് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. ഇപ്പോൾ ഈ വേവിച്ച ചിക്കൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. എന്നിട്ട് വേണം നമുക്ക് അതിൻ്റെ മുകളിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാൻ. നമ്മളിതുപോലെ റൈസ് ഇട്ട് കൊടുത്ത് എല്ലായിടത്തേക്കും ഒരേപോലെ തന്നെ ഇതേപോലെ നിരത്തിയിടണം. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും അതേപോലെ തന്നെ ആ സവാളയും അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് നമ്മൾ ഗാർണിഷ് ചെയ്ത് വെക്കുകയാണ്. അതിന് ശേഷം നമ്മളിതേപോലെ അടപ്പ് കൊണ്ട് അടച്ചിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ്സ് എങ്കിലും നമ്മളിത് നന്നായിട്ട് വേവിക്കണം. ഫ്രണ്ട്സ്, ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞു. കറക്റ്റായിട്ട് നമ്മൾ റൈസ് എല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി ഞാനിത് ഇവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ കുറച്ച് റൈസ് ആദ്യം എടുത്ത് മാറ്റിയിടുവാണ് പ്ലേറ്റിലേക്ക്. അതിന് ശേഷം ഇതേപോലെ നമ്മൾ മസാലയെല്ലാം താഴെയാണ് അടിക്കുക. നിങ്ങൾക്കറിയാമല്ലോ, നല്ലതുപോലെ മസാല നല്ലപോലെ എടുക്കുകയാണ്. കണ്ടില്ലേ ഫ്രണ്ട്സ്, നല്ല അടിപൊളി മസാലയും നല്ല സ്മെല്ലും ഉണ്ട് കേട്ടോ. നല്ല ആവി പറക്കുന്ന ഈസി ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബിരിയാണിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. കാര്യം എനിക്ക് റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് വീണ്ടും ഞാൻ ചിക്കൻ ബിരിയാണി വെച്ചത് വേറൊരു മെത്തേഡിൽ, ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഹെൽത്തിയും കൂടിയാണ്. ഞാൻ ആദ്യം ചെയ്തത് പർദ ബിരിയാണി എല്ലാം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്ത് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ്. ഇതങ്ങനെയല്ല, സിമ്പിളാണ്, ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.